എല്ലാ മച്ചന്മാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ കിടക്കുന്നതിന് എല്ലാവർക്കും അരികാത്തു ഗുസായമസ്തി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനലിൽ ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ചാനലിന് 2003 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എത്താൻ സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1141 സ്പോയിലേഴ്സാണ്. നമുക്കറിയാം കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ ഷെംറോക്ക് എൽബാഫിൽ നിന്ന് പോകുന്നിടത്തായിരുന്നു കഴിഞ്ഞ ചാപ്റ്റർ എൻഡ് ആയത്. ഇപ്പം നമ്മുടെ പുതിയ ചാപ്റ്ററിന് സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആ സ്പോയിലേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനലിന് വീഡിയോ കാണുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരുന്ന് ബെല്ലൈക്കനും കൂടി തന്നെ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്ക്. ഈ ചാപ്റ്ററിൻ്റെ പേര് ഓൾഡ് വുമൺ എന്നാണ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ റിപ്ലി ഫ്രാങ്കിക്ക് ഒരു ആഡം ട്രീൻ്റെ ഒരു കത്തിപ്പോയൊരു ഭാഗം കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ലൈറ്റ്നിങ് കാരണം റിപ്ലി ഫ്രാങ്കിനോട് പറയുന്നുണ്ട് ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റണമെന്ന്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ സണ്ണീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഫ്രാങ്കിക്ക് നമ്മുടെ ആഡം ട്രീൻ്റെ കുറച്ചുകൂടെ ഭാഗം കിട്ടാൻ പോകുന്നു. അപ്പോൾ ഫ്രാങ്കിക്ക് അത് കിട്ടിയാൽ എന്ത് നടക്കും നമുക്കറിയാം. നമ്മുടെ ഫ്രാങ്കി വേണമെങ്കിൽ നമ്മുടെ സണ്ണീനെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നെങ്കിൽ വലിയ ഷിപ്പാക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനെക്കാട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ എൽബാഫിൽ നമ്മുടെ സണ്ണിയുടെ ഒരു മോഡിഫിക്കേഷൻ കാണാൻ പോകുന്നത് ആ കാര്യം സംശയമൊന്നും ഇനി വേണ്ട. പിന്നെ സീന് ഷിഫ്റ്റ് ആകാണ്. നമ്മുടെ നാമി ഊസപ്പിൻ്റെ അടുത്തേക്ക് പോയി നമ്മുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്യും. നമ്മുടെ ഊസപ്പ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ജുറലിനോട്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിമൻസിനെയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ നമ്മുടെ ജുറൽ പറയും എനിക്ക് ഓൾഡർ വുമൻസിനെയാണ് ഇഷ്ടമെന്ന്. ഈ ഒരു ലൈൻ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ യുജിയും അതുപോലെ തന്നെ നമ്മുടെ ടോഡോയും തമ്മിലുള്ള കോൺവെർസേഷൻ പോലെയാണ് തോന്നുന്നത്. പിന്നത്തെ സീനിൽ നമ്മുടെ ഗേർഡ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ നമ്മുടെ ആ രണ്ട് ജയൻസിനെ ട്രീറ്റ് ചെയ്യാണ് റോഡ് അവിടെ കൊണ്ടുവന്നത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് എന്ന് പറയുന്ന ക്യാരക്ടർ അതുപോലെ തന്നെ സാഞ്ചിയും നമ്മുടെ ഈ ഗേർഡ് എന്ന് പറയുന്ന ക്യാരക്ടറെ ഫോളോ ചെയ്യാണ്. കാരണം ഇവർക്ക് രണ്ട് പേർക്കും ഇവരെ എന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഈ ക്യാരക്ടേഴ്സിൻ്റെ പേര് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാൻ ഇംഗ്ലീഷിൽ അത്ര നല്ലതല്ല, തന്നെ വേറൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ സീന് ഷിഫ്റ്റ് ആകാണ്. നമ്മുടെ ലൂഫിയും സോറോവും നമ്മുടെ അണ്ടർവേൾഡിലെത്തി നമ്മുടെ ലോക്കിയുടെ മുന്നിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യാണ് ലോക്കിനെ ഫ്രീ ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ നിന്ന് നമ്മുടെ ഹജറുദ്ദീനും അതുപോലെ തന്നെ ഹജറുദ്ദീൻ്റെ ക്രൂയും അവിടെ അപ്പിയർ ആകുന്നത് സ്കൈയിൽ നിന്ന്. എന്നിട്ട് നമ്മുടെ ലൂഫിനെയും അതുപോലെ തന്നെ സോറോയിനെയും നമ്മുടെ ലോക്കിനെ ഫ്രീ ചെയ്ത് നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേങ്കിൽ അപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി പോയിരുന്നു. നമ്മുടെ ലൂഫി ഓൾറെഡി നമ്മുടെ ലോക്കിനെ ഫ്രീ ചെയ്തു. ഈ ഒരു സംഭവത്തോടെ നമ്മുടെ ഈ ചാപ്റ്റർ എൻഡ് ആകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ചാപ്റ്ററും കുറച്ച് ചെറിയ ചാപ്റ്റർ ആയിരിക്കും എന്നാണ്. ഇത് വെറും ബ്രീഫ് സ്പോയിലേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് ഇതിൽ മിസ്സായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് അറിയണമെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച വരെ കാത്തിരുന്നേ പറ്റുമോ. നമ്മുടെ വൺ പീസിൻ്റെ അടുത്ത ചാപ്റ്റർ ഇറങ്ങുന്നതിന് കാത്തിരിക്കാൻ വേണ്ടി വരും. ഇനിയൊരു പക്ഷേ ചിലപ്പോൾ അടുത്ത ആഴ്ച ബ്രേക്ക് ആയിരിക്കാം. അതിനെപ്പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വൺ പീസിൻ്റെ അടുത്ത ചാപ്റ്ററിൽ നമ്മുടെ ലോക്കി ഫ്രീ ആവുന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലോക്കിയുടെ ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവർ അറിയാൻ പറ്റും. കാരണം ലോക്കി പറഞ്ഞിട്ട് താനാണ് സങ്കോടെന്ന്. അപ്പോൾ അങ്ങനെ ലോക്കി പറയണമെങ്കിൽ തൻ്റെ ഡെവിൾ ഫ്രൂട്ടിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകില്ല. അത് നമുക്ക് എന്തായാലും ഇനി മനസ്സിലാക്കാൻ പറ്റും. കാരണം ലോക്കി ഇപ്പോൾ ഫ്രീ ആയിട്ടില്ല. അതുകൊണ്ട് ലോക്കി എന്തായാലും തൻ്റെ ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവർ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് അടുത്ത ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും നമ്മുടെ ലോക്കിയുടെ പവർ എങ്ങനത്തതായിരിക്കും, എന്ത് ടൈപ്പ് ഫ്രൂട്ടാണ് നമ്മുടെ ലോക്കിയുടെ കയ്യിലുള്ളത്. ഇതൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററുകൾ റിവീൽ ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടെ ഓൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേക്ക്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കിടക്കാച്ച വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.